വെഞ്ഞാറമൂട്ടിലുണ്ടായത് യഥാർത്ഥത്തിൽ കേരളക്കരയെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളായിരുന്നു. അതിന് പിന്നിലെ കാരണങ്ങൾ ഏറെക്കുറെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കുറ്റവാളിയായ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തുകയും ചെയ്തു. അദ്ദേഹം പോലീസിന് നൽകിയത് ശരിക്കും നിർണായകമായ മൊഴിയായിരുന്നു. അദ്ദേഹം പ്രധാനമായും പറയുന്നത് നാട്ടിൽ ഭാര്യയ്ക്കും മകനും ഇത്രയധികം കടബാധ്യതകൾ ഉണ്ടായിരുന്നതായി തനിക്കറിയില്ലെന്നായിരുന്നു. 14 പേരിൽ നിന്നായിട്ട് 65 ലക്ഷത്തോളം രൂപയാണ് അഫാനും ഉമ്മയായ ഷമീനയും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം തനിക്ക് അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത്. അഫാന്റെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയുമാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഇദ്ദേഹം വിദേശത്ത് അനധികൃതമായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം ഒളിവിലായിരുന്നു താമസിച്ചത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് കുടുംബവുമായി എപ്പോഴും ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അധികമൊന്നും അദ്ദേഹം അടുത്ത കാലത്തായി കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ ആദ്യം ആശുപത്രിയിൽ ഷമീനയുടെ മൊഴിയെടുത്തപ്പോൾ ഷമീന ഇത്രയും ക്രൂരമായി കൊലപാതകം നടത്തിയ സ്വന്തം മകനായ അഫാനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. താൻ നിലത്ത് വീണതാണെന്നും അതാണ് തലയിലേറ്റ മുറിവിന് കാരണമെന്നുമാണ് ഷമീന പറയുന്നത്. മാത്രമല്ല, ആശുപത്രിയിൽ പിതാവ് കാണാനായി എത്തിയപ്പോൾ പോലും ഷമീന തന്നോട് ഈ ക്രൂരത കാണിച്ചത് അഫാനാണെന്ന് പറഞ്ഞിരുന്നില്ല. ഇതിൽ നിന്നും യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത് അഫാനും ഉമ്മയും തമ്മിൽ ഒരു പരസ്പര ധാരണ ഉണ്ടായിരുന്നു എന്നതാണ്. മാത്രമല്ല, റഹീമിന്റെ ഉമ്മ നിരന്തരമായി ഷമീനയാണ് കുടുംബത്തിൽ ഇത്തരത്തിൽ കടം വരുത്തി വെച്ചതെന്നും പറയുമായിരുന്നു. അതിനാൽ ഈ വൈരാഗ്യത്തിലാണ് അവരെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പറഞ്ഞതായിട്ടാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം ഉമ്മയെ കുറ്റം പറയുന്നത് കൊണ്ടുണ്ടായ പകയിലാണ് ഉമ്മൂമ്മയെ കൊലപ്പെടുത്തിയതെന്നും വിശ്വസിക്കാം. ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി കാരണം തന്നെ ഷമീന ഒരു ചിട്ടി കൂടിയിരുന്നു. കൊല്ലപ്പെട്ട ഷമീനയുടെ ഭർത്താവിന്റെ സഹോദരനും ഭാര്യയും എല്ലാം ഈ ചിട്ടിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് സഹോദരന്റെ ഭാര്യയ്ക്ക് ചിട്ടി കിട്ടുകയും ചെയ്തു. ഈ ചിട്ടി കിട്ടിയ പൈസയൊക്കെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ ആ പൈസ കൊടുക്കാൻ തയ്യാറായില്ല. ഈ പ്രശ്നത്തിന്റെ പേരിൽ അഫാൻ കൊല്ലപ്പെട്ട ലത്തീഫുമായി നിരന്തരം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കാരണങ്ങൾ കൊണ്ട് ലത്തീഫ് കുടുംബാംഗങ്ങളോട് അഫാൻ തന്നോട് മോശമായി പെരുമാറി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതെല്ലാം ലത്തീഫിനോട് അഫാന് വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണമായിട്ടുണ്ട്. കൂടാതെ അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഒരു കൂട്ട ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ഷമീന തുടർച്ചയായി പറയുമെന്നായിരുന്നു. ഒരു കൂട്ട ആത്മഹത്യക്ക് കുടുംബം തയ്യാറെടുക്കുകയാണെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടും വീട്ടിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അഫാൻ ചിലപ്പോൾ ലഹരിക്ക് അടിമയുമായിരിക്കാം. ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്വാഭാവികമായ കാര്യമാണ്. ഇതിൽ നിന്നും തെളിയുന്ന ഒരു പാഠം എന്നത് വിദേശത്തു നിന്നും ആളുകൾ പണം അയച്ചാൽ മാത്രം പോരാ, ആളിന് ആള് തന്നെ വേണമെന്നതാണ്. വിദേശത്തു നിന്നും അയക്കുന്ന പണമെല്ലാം നാട്ടിൽ കുടുംബങ്ങൾ ദൂർത്തടിച്ച് നശിപ്പിച്ച് കടബാധിതയിലാകുകയാണ്. ആഹാരത്തിനും വസ്ത്രത്തിനും മറ്റും അമിതമായി പണം ചിലവഴിക്കുന്ന വീട്ടുകാർക്ക് ഈ കൂട്ടക്കൊലപാതകം ശരിക്കും മാതൃകയാണ്. ഈ കൂട്ടക്കൊലപാതകം ശരിക്കും ഒരു പാഠമാണ്. മാത്രമല്ല, ഷമീന എന്ന സ്ത്രീക്ക് ക്യാൻസറും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിനും മറ്റും പണം അധികമായാൽ അത് ഭർത്താവ് അറിയേണ്ടതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു മൊഴിയും തന്നെ അദ്ദേഹം പോലീസിന് നൽകിയിട്ടില്ല. അതിനാൽ തന്നെ ഈ കാര്യങ്ങളൊന്നും ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. ഈ കൂട്ടക്കൊലപാതകത്തിൽ നിന്നും യഥാർത്ഥത്തിൽ പഠിക്കാനുള്ളത് പ്രവാസികൾക്കാണ്. കാരണം പണം നമുക്ക് ഇന്ന് പോയാലും നാളെ ഉണ്ടാകാം. പക്ഷെ ജീവൻ പോയാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. കൂടാതെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും വരുമാനങ്ങളും എല്ലാം മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കണം. ഈ സാഹചര്യത്തിൽ അബ്ദുൾ റഹീം എങ്ങനെ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സ്വന്തം അമ്മയും സഹോദരനും മകനുമെല്ലാം സ്വന്തം മകന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊള്ളണം. അദ്ദേഹം ഈ വേദനകളെല്ലാം സഹിച്ച് ശരിക്കും ഉരുകി ജീവിക്കേണ്ടി വരും. ശരിക്കും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രം ജീവിക്കുക എന്ന പാഠമാണ് ഈ കൂട്ടക്കൊലപാതകത്തിൽ നിന്നും പഠിക്കേണ്ടത്.